ഇപ്പോൾ കാണുന്ന ദൃശ്യം കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിലെ മുഖ്യപ്രതിയെ കൊണ്ടുവരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ. മുഖ്യപ്രതിയാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കൊല്ലം സ്വദേശിയാണ്, 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അനുരാജ് എന്നാണ് പേര്. ഇയാൾക്ക് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചത് എന്നത് ഇന്നലെ തന്നെ പിടിയിലായ ആഷിഖും ഷാലിഖും പറഞ്ഞിരുന്നു. ഇയാൾക്ക് വേണ്ടിയാണ് പ്രധാനമായും കഞ്ചാവ് കൊണ്ടുവന്നത് എന്നത്. ഇയാൾ ഇതിൻ്റെ ഒരു വിപണന കേന്ദ്രം എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇയാളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇയാളെ എങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു? കൊച്ചിയിലേക്ക് എത്തിച്ചോ? അല്പസമയം മുമ്പാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അനുരാജിനെ എത്തിച്ചത്. നിലവിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അതായത് ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു കസ്റ്റഡി അറസ്റ്റ് എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം കടന്നു. അനുരാജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അനുരാജിന്റെ വിവരങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ പ്രതി, ഈ കേസിന്റെ ആസൂത്രകൻ അല്ലെങ്കിൽ ഈ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചതിലെ ആസൂത്രകൻ അനുരാജാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അനുരാജിനെ ഈ പരിസരത്ത് എറണാകുളത്ത് നിന്ന് തന്നെ പിടികൂടിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ കൊല്ലം സ്വദേശിയാണ്. അനുരാജാണ് ഈ ഹോളി ആഘോഷത്തിന്റെ മറവിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പണപ്പിരിവ് നടത്തിയത് എന്നുള്ളതാണ് അനുരാജിനെതിരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പരിശോധിച്ചിട്ടുണ്ട്. അനുരാജ് വഴി ഈ പണം ഷാലിക്കിലേക്ക് കൈമാറി. ഷാലിക്കിൽ നിന്ന് ആലുവ സ്വദേശിയായ ഇതര സംസ്ഥാനക്കാരിലേക്ക്, അവിടെ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരിലേക്ക് പണം കൈമാറി. അയാളാണ് പിന്നീട് ഇവർക്ക് ഈ കഞ്ചാവ് കൊടുക്കുകയും ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തത്. ആദ്യം ഈ കഞ്ചാവ് എത്തിയത് അനുരാജ് താമസിക്കുന്ന ഈ ഹോസ്റ്റലിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലാണ്. അവിടെ നിന്നാണ് പിന്നീട് കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടി താഴെ ഫ്ലോറിലുള്ള ആകാശിന്റെ റൂമിലേക്ക് ഈ കഞ്ചാവ് മാറ്റിയത്. അവിടെ വെച്ച് ഇത് പാക്ക് ചെയ്യുന്നതിനിടയിലാണ് പിടിയിലാകുകയും ചെയ്തത്.